ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുപേട്ടനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ജാമ്യം കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ വന്നിട്ട് നേരിട്ട് പറയാം. ഞാനിപ്പോ വരാം സാർ. സാർ എന്താ പറഞ്ഞേ? അനുപേട്ടന് ജാമ്യം കിട്ടും. ഇനി നിന്റെ ജീവിതത്തിൽ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നീ എന്തൊക്കെയാ സച്ചേട്ടനോട് പറയുന്നത്? ഇന്നലെ രാത്രി നമ്മളെല്ലാം സംസാരിച്ചതല്ലേ? എന്നാലും ഇത് പറയേണ്ട കടമ എനിക്കുണ്ട്. ഞാൻ ധനുഷിന്റെ ഭാര്യയാണ്. പക്ഷെ എന്റെ ഏട്ടനോട് ഞാനിപ്പോ സംസാരിച്ചത്. ധനുഷേ, ഇതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തില് ഞങ്ങളായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കില്ല. കൊള്ളാം, നല്ല അനീതിയല്ലേ? ആരും തിരിഞ്ഞു നോക്കാതെ ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ നിന്നെ നോക്കിയത് എന്റെ ചേച്ചിയാ. അപ്പൊ ഈ പറയുന്ന ധനുഷ് പോലും നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നിനക്ക് എന്റെ ചേച്ചി വേണമായിരുന്നു. സ്വന്തം കാര്യം പോലും മറന്നിട്ടാ എന്റെ ചേച്ചി നിന്നെ നോക്കിയത്. നിന്റെ അസുഖം മാറുന്നത് വരെ ചേച്ചി നിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ അവർക്കൊരു ആവശ്യം വന്നപ്പോ നിനക്ക് സഹായിക്കാൻ മനസ്സില്ല. അത് പോരാഞ്ഞിട്ട് ധനുഷിനെയും കൂടെ തടയുന്നു. എന്നിട്ട് തന്ത്രപരമായി സച്ചേട്ടനോട് ഇനി ധനുഷിനെ ഒന്നിനും വിളിക്കരുതെന്ന് പറയുന്നു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അർച്ചനടുത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്റെ അവസ്ഥ ഇപ്പൊ ഇതാ. എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവനാവരുത്. എനിക്കത് നോക്കിയേ പറ്റൂ. നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. സ്നേഹക്കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു ഭാര്യയായാലും ഭർത്താവിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയൂ. ചിലരത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. സ്നേഹം ഇത് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. ധനുഷിനെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. സഹായിക്കാൻ മനസ്സുള്ള ആളെ ധനുഷ്. അനുവേട്ടന്റെ കാര്യത്തില് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി ഒരു കാര്യത്തിനും ഞാൻ ധനുഷിനെ വിളിക്കില്ല. പോരെ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ്. അതിലെപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ. സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അല്പം വിഷമിച്ചാൽ സാരമില്ല. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഇല്ലെങ്കിൽ ഞാൻ വിഷമിക്കേണ്ടി വരും. ധനുഷ് വാ. സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സ്നേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അവൾക്ക് വേണ്ടി താൻ എന്തെല്ലാം ചെയ്തു. എന്നിട്ട് അവൾക്കിപ്പോ തന്നെ വിശ്വാസമില്ലത്രേ. അതിനവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറയൂ. എന്നാലും സച്ചേട്ടാ, നമ്മൾ സഹായിക്കുന്നവരെല്ലാം നമ്മളെ തിരിച്ച് സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നു. ചതിയും വഞ്ചനയും ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എടോ, എന്നാലൊരു നന്ദി വേണ്ടേ? എന്തിനാ? ഈ ലോകത്തെ എല്ലാവർക്കും ഏറ്റവും വലുത് അവരവരുടെ കാര്യങ്ങളാണ്. അതിനപ്പുറം ഒന്നുമില്ല. സ്വന്തം ചോരയ്ക്ക് മുറിവ് പറ്റുന്നവരെ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹവും സൗഹൃദവും എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആരോടും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല. അവളെന്റെ പെങ്ങളായിപ്പോയി. അവളുടെ മാനസികാവസ്ഥ കൂടി സച്ചിൻ നിന്ന് മനസ്സിലാക്കണം. ആദ്യം അവളുടെ കുഞ്ഞുപോയി. ഇനി ആകെയുള്ളത് ധനുഷ. ഇങ്ങനൊരവസ്ഥയില് ഏത് പെണ്ണ നോർമലായി പ്രതികരിക്കുക? ഇങ്ങനെ ചിന്തിക്കാനും പ്രതികരിക്കാനും തനിക്ക് കഴിയുന്നുണ്ടല്ലോ. പിന്നെ അവൾക്കെന്താ കഴിയാത്തത്?
ധനുഷിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട. നമ്മുടെ കാര്യത്തിന് വെറുതെ എന്തിനാ ധനുഷിനെ ബലിയാടാക്കുന്നത്? ഇനി അവനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാ സ്നേഹയ്ക്ക് പിന്നെ ആരാ ഉള്ള? ഇനി ഒരു കാര്യത്തിനും നമുക്ക് ധനുഷിനെ വിളിക്കണ്ട. ഉം. നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അന്വേഷിച്ചവര് ഇവിടേക്ക് കയറി വരുമെന്ന എന്റെ പേടി. എനിക്കും ആ പേടിയുണ്ട്. ആ ഗുണ്ടകൾ ഇവിടെ വന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ അച്ഛൻ പോലും നമ്മുടെ കൂടെ നിൽക്കില്ല. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കാൻ? അനുപേട്ടനെ കിട്ടാതെ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറാവില്ലെന്നാ പറഞ്ഞത്. അത് നടക്കാത്ത കാര്യ. അതാ ചെങ്കൽ മധുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമ്മുടെ പിന്നാലെ ഇനിയും വരും. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറ് വിളിക്കുന്നത്. എടുത്ത് സംസാരിക്കാം. സാർ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഹലോ, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം. എന്താ സാർ കാര്യം? കോംപ്രമൈസിനുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ? കോംപ്രമൈസ് ഒന്നും നടക്കില്ല. ഞാൻ അതിനുവേണ്ടി നന്നായി ശ്രമിച്ചു നോക്കി. നിങ്ങളോട് വേറൊരു കാര്യത്തിന് വരാൻ പറഞ്ഞത്. എന്താ സാർ? അനൂപിനെ ജാമ്യത്തിലിറക്കാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. സത്യമാണോ സാർ? അനുപേട്ടനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ജാമ്യം കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ വന്നിട്ട് നേരിട്ട് പറയാം. ഞാനിപ്പോ വരാം സാർ. സാർ എന്താ പറഞ്ഞേ? അനുപേട്ടന് ജാമ്യം കിട്ടും. ആ കാര്യം സംസാരിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടി വരാം. ഏയ് വേണ്ട, ഈ അവസ്ഥയില് താൻ എങ്ങോട്ട് യാത്ര ചെയ്യണ്ട. ഞാൻ പോയി വക്കീലിനോട് സംസാരിക്കാൻ. ഈ അവസ്ഥയില് താൻ ഇവിടുന്ന് എങ്ങോട്ട് പോകണ്ട. എനിക്കൊരു കുഴപ്പമില്ല. സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. ഞാനും കൂടി വരാം. എന്താ, എനിക്ക് ഒറ്റയ്ക്ക് വക്കീലിനോട് പോയി സംസാരിക്കാൻ കഴിവില്ലെന്നാണോ താൻ പറയുന്നത്? അതല്ല, സച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയ പിന്നെ എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എവിടേക്കായാലും സച്ചേട്ടനൊപ്പം ഞാനും ഉണ്ടാവും. എടോ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ. താൻ ആകെ ക്ഷീണിച്ചിട്ടുമുണ്ട്. ഇപ്പൊ താൻ എങ്ങോട്ടും വരണ്ട. എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആദ്യം വക്കീലിന്റെ പ്ലാൻ എന്താണെന്നറിയണം. ഇല്ല സച്ചേട്ടാ, ഞാനും വരും. എനിക്ക് വന്നേ പറ്റൂ. താൻ ഇങ്ങനെ നിർബന്ധം പിടിക്കരുത്. നമ്മുടെ ജീവനാ തന്റെ വയറ്റിൽ, അത് മറക്കരുത്. അതുപോലെ തന്നെയല്ലേ സച്ചേട്ടാ നമുക്ക് അനൂപേട്ടനും. താൻ പറയുന്നത് ശരിയാ, പക്ഷേ ഒരു പക്ഷേയില്ല. വക്കീലിനെ കാണാൻ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അതിലൊരു മാറ്റവും ഇല്ല. സച്ചേട്ടൻ വേഗം റെഡിയാവാൻ നോക്ക്.